പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദിയിൽ നിൽക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്നേഹ ജാക്സൺ. ഞാൻ ചെങ്ങന്നൂരിനടുത്തുള്ള ബുധനൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ മമ്മി സജിനി ജാക്സൺ. ഇതെൻ്റെ ഹസ്ബൻഡ് അനീസ് സാം. ഞങ്ങളുടെ കല്യാണം ഈ കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി 4 ഞായറാഴ്ചയാണ് നടത്തപ്പെട്ടത്. ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും നല്ലൊരു ജീവിത പങ്കാളിയെയും എന്നെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ദൈവമാതാവ് ഞങ്ങൾക്ക് ആദ്യമായി തന്നൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഒരു ഭവനം. ഞാൻ കല്യാണം കഴിഞ്ഞ് കയറുന്നത് അമ്മ തന്ന ആ ഒരു നല്ലൊരു വീട്ടിലേക്കാണ്. അതിനും എനിക്ക് തന്ന ജീവിത പങ്കാളിക്കും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാൻ ഇപ്പം സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് കടക്കുന്നത് എൻ്റെ മമ്മിയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. മമ്മിയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. 2024 സെപ്റ്റംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ സമയത്ത് MSW അമൃതയിൽ പഠിക്കുമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസം പാസ് ഔട്ടായി. സെപ്റ്റംബർ മാസം 14 തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. സെപ്റ്റംബർ മാസം 14 അന്ന് ഉടമ്പടി എടുത്ത ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് സെപ്റ്റംബർ മാസം 16 തീയതിയാണ് എനിക്ക് എൻ്റെ ജോലി കിട്ടുന്നത്. അതായത് ഓഗസ്റ്റിൽ ഞാൻ പാസ് ഔട്ടായി. സെപ്റ്റംബർ 14 ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 16 എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഛത്തീസ്ഗഡിലുള്ള കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ വരുന്നു. 16 ഓഫർ വന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് തിരിക്കുന്നു. 18 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു. ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി, ഞാൻ ആഗ്രഹിച്ച് പഠിച്ച് ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സാണ് MSW, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഞാൻ പാസ് ഔട്ടായി. അവിടുന്ന് അമ്മ എനിക്ക് നല്ലൊരു ജോലി, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തന്നെ നല്ല റാങ്കുള്ളൊരു പൊസിഷനിൽ തന്നെ എനിക്ക് ജോലി തന്നു. എൻ്റെ വീടും നാടും ഒക്കെ വിട്ട് ഞാനൊരു നോർത്ത് ഇന്ത്യയിലേക്ക് മാറുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പഠിച്ചെടുത്തൊരു കോഴ്സായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ആ ഒരു ശമ്പളം, നമുക്കറിയാം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശമ്പളമൊന്നും കിട്ടത്തില്ല. കാരണം ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും, കാരണം ആ ഒരു സമയത്തേക്ക് എൻ്റെ പപ്പ നാട്ടിൽ വന്നതാണ്. അപ്പം കുടുംബത്തിൻ്റെ ചെറിയ കടഭാരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട് വെച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് കടഭാരങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ഞാൻ റിസൈൻ ചെയ്തു. പുറത്തോട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ 2 മാസം ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് റിസൈൻ ചെയ്ത് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഒന്നുകൂടെ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ജൂൺ മാസം 14 ഞാൻ ദുബായിൽ എൻ്റെ സ്വന്തം റിസ്കിൽ വിസിറ്റ് വിസ എടുത്ത് ഞാൻ പോയി. ആ സമയത്ത് എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു, നിനക്ക് ജോലി കിട്ടത്തില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പം MSW കഴിഞ്ഞ് ഒരു കൗൺസിലർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിൽ നിന്നും ദുബായ് പോലെയുള്ള ഒരു അറബ് കൺട്രിയിലേക്ക് പോകുമ്പം എന്ത് ജോലി കിട്ടുമെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. പലരും വിമർശിച്ചു. പക്ഷേ അവിടെ ചെന്ന് ജൂൺ മാസം 14 ഞാൻ ആരുമില്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ, ഒറ്റ മനുഷ്യരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. ജൂൺ 14 ശനിയാഴ്ച ഞാൻ അവിടെ ചെന്നു. 15 എൻ്റെ മമ്മി ഒരു മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. മമ്മിയുടെ ആ ഷോപ്പിലെ അങ്കിളിൻ്റെ ബ്രദർ ദുബായിലുണ്ട്. ഞാൻ ആ അങ്കിളിനെയോ കുടുംബത്തിനെയോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അന്ന് 15 ഞായറാഴ്ച അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. കുടുംബക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു കുടുംബം വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെ ഇന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നു. അവരെ ദൈവം അളവറ്റ കൃപയാൽ അവരെ ഇനി നിറയ്ക്കുമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജൂൺ മാസം 15 അവരെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. 1 മാസക്കാലം ഒറ്റ മണിക്കൂർ. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, ജൂൺ ജൂലൈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രാജ്യത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിക്കാവും. ആ ഒരു സമയത്ത് പോലും എൻ്റെ ദൈവം എന്നെ നടത്തിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ജൂൺ 14 ഞാൻ ചെന്നു. ജൂലൈ 17 എനിക്ക് പുതിയൊരു ജോലി കിട്ടുന്നു. ഒരു കമ്പനിയിൽ ദുബായിൽ അൽക്കുസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ HR അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും ഇരട്ടി ശമ്പളമുള്ളൊരു ജോലിയിൽ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി. ഞാൻ അവിടെ നിന്ന് ഇപ്പം കല്യാണത്തിൻ്റെ ലീവ് എടുത്തു. അപ്പം നിങ്ങൾക്ക് കൂട്ടിയാൽ മതി. ജൂലൈ 17 കയറി ഡിസംബർ 22 ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നു. 5 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 1 മാസത്തെ ലീവോടുകൂടി എൻ്റെ അമ്മ എനിക്ക് എൻ്റെ വിവാഹത്തിന് വേണ്ടി ലീവ് തന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ വരുന്ന ശനിയാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അനീഷ് ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്.
ഞങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ചൊരു സ്ഥലത്താക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തികൾ, ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. MGOCism വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചു. ദുബായ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇപ്പം ഞാൻ കൂടി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആ പള്ളിയിലുള്ള എല്ലാ സംഘടനകളും ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. അമ്മ തന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം പല സംഘടനകളിലും എന്നോട് ചോദിക്കുന്ന സഹായങ്ങൾ ഞാൻ കൊടുക്കുന്നു. അതുകൂടാതെ എൻ്റെ മമ്മി പലയിടത്തും എനിക്ക് വേണ്ടി പലയിടത്തും മമ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ പത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെങ്ങന്നൂരുള്ള ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അങ്ങനെയുള്ള അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ടും വ്യക്തമായിട്ടും അമ്മയുടെ കൃപയാലും തിരുക്കുമാരൻ്റെ കരുണയാലും ഞാനെല്ലാം ചെയ്തു വരുന്നു. ഇതൊന്നും എൻ്റെ കഴിവുകളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ പോലും കരയില്ലെന്ന് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞാൻ 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. 66-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സ്നേഹ ജാക്സൺ എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ ശക്തമായൊരു സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. മെഡിക്കൽ ആൻഡ് സൈക്യാട്രി MSW പഠിച്ച ഈ മകളെ ദൈവം വളരെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. എല്ലാ ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തിയും ആത്മധൈര്യവും എല്ലാം നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഈശോയുടെ വലിയ ഒരു കൃപയാണ് ഈ മകളോട് ഏറ്റുപറയുന്നത്. മകൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവിടെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയും അതിനുശേഷം വിവാഹവും ഒരു നല്ല ജീവിത പങ്കാളിയുമേയും എല്ലാം നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് അവർക്ക് ഒരു വീട് വേണം. അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു സൗകര്യക്കുറവ് കൊണ്ട് അവർക്കൊരു വീട് വേണം. അവർക്ക് ഉടനെ തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ അവരുടെ വീട് സെറ്റായിട്ടുണ്ട്. ദുബായിലെ മകൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ HR-ആയി ഇന്ന് ദൈവം ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ഒരു വലിയ അച്ചടക്കത്തെക്കുറിച്ചാണ്. ഇനി എന്തു തന്നെ പ്രതിസന്ധികളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിൽക്കും. എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. എൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞാൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ കൂട്ടുകാർക്കും എന്നെ വേദനിപ്പിച്ചവർക്കും എന്നിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റി എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ഇവരുടെ ജീവിത നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഈശോ നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞതിന് മുൻപ് തന്നെ ഈശോ ക്ഷമ എന്താണെന്ന് കാണിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മോട് കാണിച്ചു തന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ ചെയ്തുകൊണ്ട് നമ്മുടെ ദിവ്യബലിയിലും നമ്മുടെ പ്രാർത്ഥനകളിലും ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഉരുടേണ്ടത്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ക്ഷമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകി വരികയുള്ളൂ, നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. ഏതെല്ലാം ജീവിത പ്രതിസന്ധികളായാലും ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. കാരണം നാം ഉടമ്പടിയിലാണ്. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തത കൈവിടാതെ എപ്പോഴും അവിടത്തേക്ക് സാക്ഷികളായി ജീവിക്കുകയും ചെയ്യാം. സ്നേഹിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.